മാർ ജോസഫ് കല്ലരങ്ങാട്ട് പിതാവ് രാഷ്ട്രപതിക്ക് ഒക്കെ നൽകി ശ്രീമതി പ്രതിഭ പാട്ടീൽ അത്യാദരവോടെ. Ladies and gentlemen, let us stand up. ഭാരതത്തിൻ്റെ ആദരണീയായ പ്രസിഡന്റ് ശ്രീമതി പ്രതിഭ പാട്ടീൽ അത്യാദരവോടെ ഭാരതത്തിൻ്റെ ഒന്നാം വനിതയെ നമ്മൾ ആദരിക്കുന്നു. രാഷ്ട്രത്തിൻ്റെ ആദരങ്ങളുമായി ഇന്ത്യൻ രാഷ്ട്രപതി വിശുദ്ധ അൽഫോൻസാമയുടെ ഖബറിടത്തെങ്കിൽ പൂക്കളർപ്പിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ പൂക്കൾ ഭാരത കത്തോലിക്ക സഭയ്ക്ക് വലിയ അംഗീകാരമായി മാറുകയായിരുന്നു. അൽഫോൻസാമയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ഭരണങ്ങാനത്ത് ഉദ്ഘാടനം ചെയ്തു. Now Mar Joseph Kallerangat presents a memento as a token of our love and gratitude to the President of India. ചടങ്ങിൽ കേരള ഗവർണർ RS ഗവായ് അധ്യക്ഷനായിരുന്നു. അറിയിച്ചതിൽ നിന്നും വിഭിന്നമായി രാഷ്ട്രപതി 6 PM ഭരണങ്ങാനത്ത് അൽഫോൻസാമയുടെ ഖബറിടത്തെങ്കിലെത്തിയത്. ഈ സമയം വേദിയിൽ വിശിഷ്ടാതിഥികൾ ഉപവിഷ്ടരായിരുന്നു. പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട്, ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം, സീറോ മലങ്കര സഭാധ്യക്ഷൻ ബെസേരിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാബ, ഡോക്ടർ സൂസോപാക്യം, മാർ ജോസഫ് കല്ലറങ്ങാട്ട്, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി, ജോസ് കെ മാണി, PC ജോർജ്, KM മാണി, FCC ജനറൽ സിസ്റ്റർ സിൻക്ലെയർ എന്നിവരാണ് വേദിയെ അലങ്കരിച്ചത്. കരഘോഷത്തിൻ്റെ സൂചനയാണ്. അങ്ങനെയെങ്കിൽ കരഘോഷം മതിയാകുമോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഒരിക്കൽ കൂടി രാഷ്ട്രപതി എത്തുമ്പോൾ താങ്ക് യു. 6:05 രാഷ്ട്രപതി വേദിയിലെത്തി. ഉടൻ ദേശീയ ഗാനവും തുടർന്ന് ഭരണങ്ങാനം കൊയർ അവതരിപ്പിച്ച ജന്മശതാബ്ദി മംഗളഗാനവും വേദിയിൽ മുഴങ്ങി. സമാപന സമ്മേളനത്തിന് സ്വാഗതമർപ്പിച്ചത് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ്. തുടർന്ന് സീറോ മലങ്കര സഭാധ്യക്ഷൻ ബെസേരിയോസ് മാർ ക്ലിമീസ് കത്തോലിക്ക ബാബ, ചങ്ങനാശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പെരുന്തോട്ടം, പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി, ബിഷപ്പ് മാർ ഡോക്ടർ സൂസോപാക്യം, ജോസ് കെ മാണി MP, മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ, PC ജോർജ് MLA, KM മാണി MLA, MM ജേക്കബ്
എന്നിവരും സംസാരിച്ചു. തുടർന്ന് കേരള ഗവർണർ RS ഗവായ് അധ്യക്ഷ പ്രസംഗം നടത്തി. To celebrate the birth centenary of Saint Alphonsa of Bharanangam. It is indeed a moment of pride and joy for all of us that this grand occasion is being graced by our beloved President, Her Excellency Srimati Pratibha Devi Singh Patil. 2008 ഒക്ടോബർ 12 അൽഫോൻസാമയെ വിശുദ്ധയായി പ്രഖ്യാപിച്ച നടപടി ഭാരതസഭയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായിരുന്നെന്നും ജനങ്ങളിലൂടെ ജീവിച്ച് വിശുദ്ധിയുടെ പടവുകൾ താണ്ടിയ അൽഫോൻസാമ ഏവർക്കും മാതൃകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അൽഫോൻസ റോസ് പീസ് പദ്ധതിയുടെ ഉദ്ഘാടനം രാഷ്ട്രപതി നിർവഹിച്ചു. Uncomplainingly, with an unshakable faith in the divine, living a life of simplicity in a short lifespan of 36 years, Saint Alphonsa achieved great spiritual heights. Soon after her death in 1946, the process of her beatification was initiated. ശക്തമായ ആത്മീയതയിലൂടെ 36 വർഷത്തെ ഹ്രസ്വമായ ജീവിതത്തെ അൽഫോൻസാമ്മ പ്രകാശപൂരിതമാക്കിയെന്ന് രാഷ്ട്രപതി പ്രതിഭാ പാട്ടീൽ പറഞ്ഞു. ഇംഗ്ലീഷിൽ എഴുതി തയ്യാറാക്കിയ രാഷ്ട്രപതിയുടെ പ്രസംഗം 10 മിനിറ്റ് നീണ്ടു. സമ്മേളനത്തിന് FCC മദർ ജനറൽ സിസ്റ്റർ സിൻക്ലെയർ കൃതജ്ഞത അർപ്പിച്ചു.